ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ. ഈ ഹെയർ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മുടിയെ നല്ല സ്ട്രോങ് ആയിട്ട് നിർത്താനും അതേപോലെ തന്നെ കൊഴിച്ചിൽ നിർത്താനൊക്കെയുള്ള ഹെയർ പാക്കാണ് കേട്ടോ. മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം സഹായം ചെയ്യണ ഹെയർ പാക്കാണ്. ഇതിലോട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഉലുവ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർവാഴ, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ മൈലാഞ്ചി, ഇതൊക്കെ കൂടി നമ്മൾ നല്ലപോലെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തലയിൽ തേക്കേണ്ടത് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ചടയില്ലാണ്ട് എടുത്തിട്ട് അത് നമ്മൾ സാധാരണ തേക്കണ പോലെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു തുണ്ട് എണ്ണ തൊട്ട് പറ്റിയിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. ഉലുവുള്ളത് കൊണ്ട് ഇനി ഡ്രൈനെസ് ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തലയിൽ എണ്ണയുള്ളവർ അങ്ങനെ ചെയ്യണ്ട, ഇല്ലാത്തവർ ഒന്ന് തൊട്ട് പറ്റിയിട്ട് നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ തലയും ചീകി കഴിഞ്ഞപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ കോന്തി കഴിഞ്ഞപ്പോൾ ഒറ്റ മുടി എൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം മുടി മെടഞ്ഞിട്ട് മെടഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് കട്ട കുത്തേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ പകുതി നമുക്ക് അങ്ങനെ നോക്കുന്നതിലൂടെ നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഇത് ഓരോ ലെയർ എടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ തലയോട്ടിൽ തേച്ച് കൊടുത്ത് നല്ലപോലെ മസാജ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ പോയ മുടീനൊക്കെ ഞാൻ വളർത്തി അങ്ങോട്ട് എടുത്തത് കേട്ടോ. ഒരുപാട് നീളം വെച്ചൊന്നുമല്ല, നീളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരാഗ്രഹത്തിൻ്റെ പേരിൽ കുറച്ച് മുടി വെട്ടി ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ തലയിലല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്തതാണ്. അപ്പോൾ ബാക്കിലോട്ട് നീളം കുറച്ചിട്ടില്ല, ഫ്രണ്ടിൽ ഇങ്ങനെ ലെയറായിട്ട് കുറച്ച് വെട്ടിയിട്ടൊന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ രാത്രിയിലാണ് നമുക്ക് മുടി വളർച്ച കൂടുതൽ. അപ്പോൾ ഒന്ന് ബാക്കിലോട്ട് ഇരിയിട്ട് ചടയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മുടി മെടഞ്ഞ് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മേപ്പട്ടയ്ക്ക് നല്ലപോലെ കെട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കിടക്കണ തലയണയുടെ കവറൊക്കെ ആഴ്ചയിലൊരിക്കൽ കഴുകാനൊക്കെ ആയിട്ട് നോക്കുക. അപ്പോഴൊക്കെ നമ്മുടെ മുടിക്കൊക്കെ നല്ലപോലെ ഗ്രോത്തൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ തുമ്പത്ത് വരെ നമ്മൾ നല്ലോണം തേച്ച് കൊടുക്കണം. പലരും തുമ്പ് മടക്കിയിട്ടൊക്കെ ആവും തേക്കുക. നമ്മൾ എണ്ണ തേക്കുമ്പോൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തുമ്പത്തേക്ക് വെറുതെ സ്മൂത്തായിട്ട് നമ്മളെ എണ്ണയായാലും അതേ പാക്കായാലും തേച്ച് കൊടുത്ത് ബാക്കിലും അതേപോലെ നമ്മൾ എന്ത് പാക്കിടായാലും കംപ്ലീറ്റ് എല്ലാവിടെയും നല്ലപോലെ തേച്ച് കൊടുത്ത് മസാജ് കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ തലയിൽ നമ്മൾ നല്ലപോലെ മസാജ് കൊടുക്കണം. നമ്മൾ ഏത് പാക്കിട്ടാലും വരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചധികം നമ്മൾ അരച്ച് വയ്ക്കും. ഇവിടെ ഞങ്ങൾ 3 പേരും സ്ഥിരം ഇതൊക്കെയാണ് ചെയ്യണത് കേട്ടോ. ഹെയർ സ്പ്രേ പോലെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ എണ്ണ, കരിഞ്ജീരകം, ഉലുവയും ഇട്ടിട്ടുള്ള കറിവേപ്പിലിട്ടുള്ള എണ്ണയാണ് ഞാൻ ഇവിടെ തലയിൽ തേക്കുന്നത്. അതൊക്കെ ചെയ്ത് വന്നപ്പോൾ മുടി നല്ലപോലെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എണ്ണയാണ് അതൊക്കെ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ മസാജൊക്കെ കൊടുത്ത് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. തലയിലൊരു പ്രഷറൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മുടി മസാജ് ചെയ്ത് കൊടുത്ത് ഒരു പ്രഷർ കൊടുത്തിട്ട് കെട്ടി വയ്ക്കുക. തലനീരക്കം ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, ഒലിവുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.